വർഗീയ നാവുകളെ വിലക്കേണ്ടേ എന്നാണ് ചോദ്യം. ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശന് കാര്യം മനസ്സിലായി എന്നുള്ളതാണ് സത്യം. എന്ത് വിചിത്രമായ വാദം അല്ലേ, എന്ത് രസമായ വാദം. അയ്യോ, തീവ്രവാദി സംസാരിക്കുന്നവരെ തീവ്രവാദിയെന്നും മിതമായി സംസാരിക്കുന്ന മിതവാദി എന്നും പറയുന്ന രീതിയിലേക്ക് വെള്ളാപ്പള്ളി നടേശൻ ഒതുങ്ങി എന്ന് പറഞ്ഞാൽ മതി. അപ്പം നമ്മൾ ഇപ്പം നാളത്തെ പ്രസംഗം ചിലപ്പോൾ ഈ ഒതുങ്ങി എന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ടാവാനാണ് സാധ്യത. നിങ്ങളൊന്നും ആരും എന്നെ ഒതുക്കാമെന്ന് വിചാരിക്കേണ്ട. 90 വർഷമായിട്ട് കേരളത്തിൻ്റെ അങ്ങേയറ്റം തുടങ്ങി ഇങ്ങേയറ്റം വരെ യാത്ര ചെയ്ത് ഈ വെള്ളാപ്പള്ളി എന്ന് പറയുന്ന ഞാൻ ഈ പറഞ്ഞ SNDP എന്ന് പറയുന്ന സമുദായത്തെ ഇങ്ങനെ വളർത്തി താരോലിച്ച് പര്യാപിച്ച് ഞാൻ സ്വത്തൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഒരു ആവശ്യമായിട്ട് ജീവിക്കുകയാണ്. അതിനെതിരെ നിങ്ങൾ വളരാൻ ആയിട്ടില്ല എന്നുള്ള നിലയ്ക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യത്തിന് തീരുമാനമായല്ലോ. കേരളത്തിൽ തീവ്രവാദി എന്ന് പറഞ്ഞാൽ പ്രതികരിക്കാൻ ആളുണ്ടെന്നും അത് മനസ്സിലാകുമെന്നും ഇനി അത് പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചുകൂടായില്ല എന്നുള്ള നിലയിലേക്കുള്ള ധാരണ വരെ വെള്ളാപ്പള്ളി നടേശനും അത് വലിയൊരു കാര്യം തന്നെയാണ്. റിപ്പോർട്ടർ TV ക്ക് അത്രയെങ്കിലും ചെയ്യാൻ പറ്റുമല്ലോ. കാരണം കേരളത്തിൽ ഒരു മാധ്യമം വിചാരിച്ചിട്ടും വെള്ളാപ്പള്ളി നടേശനെ ഒരു വാക്ക് പറഞ്ഞ കാര്യം തിരുത്തിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞതെല്ലാം പറഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത്. ഞാൻ പറഞ്ഞതൊന്നും മുന്നോട്ട് പോരാ കേട്ടോ. ഞാൻ പറഞ്ഞതൊക്കെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പറയാണ്. ഞാൻ ഉദ്ദേശിച്ചത് മതതീവ്രവാദി എന്നുള്ളതല്ലോ, മിതവാദി എന്നുള്ളതാണ്. ഈ 90 വയസ്സായ അദ്ദേഹത്തെ ഇനി നമ്മളാരും തിരുത്താൻ പോകേണ്ട കാര്യമില്ല. പക്ഷേ അദ്ദേഹത്തിന് കാര്യം മനസ്സിലാകുന്നുണ്ട് കേട്ടോ, എന്തൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നത് നടക്കാത്തത് എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞു തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നെ സംബന്ധിച്ചിടത്തോളം ഒറ്റ കാര്യമുള്ളൂ. എന്താണ് ഈ പറഞ്ഞ 7 AK-47 ഒക്കെ വെച്ചിട്ടുള്ള ആൾക്കാരുടെ കൂടെ നടക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇടയ്ക്ക് മുസ്ലിങ്ങളെ ചീത്ത പറഞ്ഞാൽ ചിലപ്പോൾ അത് കണ്ടിന്യൂ ചെയ്ത് കിട്ടും എന്നുള്ള നിലയിലേക്ക് മാത്രം അതിനെ കണ്ടാൽ മതി. അതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു കാര്യം അതിൻ്റെ അകത്തില്ല. അതാണ് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ ജാതി ഭേദമന്യേ ജനങ്ങളെല്ലാം ഒന്നിച്ച് ജീവിക്കണമെന്ന് പറയുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ എല്ലാ ദർശനങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞു തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം SNDPക്ക് എന്തെങ്കിലും കുറവ് കിട്ടിയിട്ടുണ്ടോ എന്ന് അദ്ദേഹം പറയുന്നേ ഇല്ല, ഇന്നും പറയുന്നില്ലല്ലോ. ഇന്നലെ ഇന്നും മിനിങ്ങാതൊക്കെ പത്രസമ്മേളനം നടത്തിയിട്ട് SNDPൻ്റെ ആവശ്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഒരാവശ്യങ്ങൾ കേൾക്കുന്നത് അദ്ദേഹത്തിന് ഇപ്പോൾ സ്കൂൾ വേണ്ട, ഇപ്പോൾ എന്ത് സ്കൂൾ ചോദിക്കാതെ എനിക്കത് മനസ്സിലാകുന്നില്ല. 2016 മുൻപ് സ്കൂൾ കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. എന്ത് ഇപ്പോൾ സ്കൂൾ വേണ്ടേ? അത് വ്യക്തമാക്കിയിട്ടുണ്ട് വിദ്യാഭ്യാസ മന്ത്രി. അതായത് ഈ സർക്കാരിൻ്റെ കാലത്ത് SNDP ഒരു എയ്ഡഡ് സ്കൂളും ചോദിച്ചിട്ടില്ല. അത് പറഞ്ഞേ ചോദിക്കുന്നില്ല എന്ന്. കാരണം അദ്ദേഹത്തിന് ആവശ്യമില്ല എന്ന്. ആവശ്യമുള്ള കാര്യമല്ലേ പറയേണ്ടത്. SNDPക്ക് ഇപ്പോൾ ഒരു പ്രശ്നമില്ല. ഇപ്പം മൈക്രോ ഫിനാൻസിൽ പ്രശ്നമില്ല. കാരണം എന്താ, അത് കേസായി കിടക്കുകയാണ്. അതിനകത്തൊന്നും ചോദിക്കാൻ കഴിയത്തില്ല. സ്കൂളുകൾ ആവശ്യമില്ല. കാരണം അത് കാര്യമായിട്ട് നടത്തിക്കൊണ്ട് പോകാൻ കഴിയുന്നുണ്ടാവില്ലായിരിക്കും ചിലപ്പോൾ. അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ വരുമാനം എന്താണ്, കോടിയിൽ കണക്കിന് രൂപ ടീച്ചർമാരെ അപ്പോയിൻറ്റ് ചെയ്ത് മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അത് വേക്കൻസി വരുന്നതിനനുസരിച്ച് മാത്രമേ അത് കിട്ടുള്ളൂ. അപ്പോൾ അത് ആവശ്യത്തിന് കിട്ടുന്നുണ്ട്, അതൊക്കെ തന്നെ മതിയാവും. അപ്പോൾ ഇപ്പോൾ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സ്കൂൾ ആവശ്യമില്ല. എങ്ങനെയും ഇങ്ങനെ മുന്നോട്ട് പോയാൽ മതി, ഓരോ ദിവസം ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുക എന്നുള്ളതിനേക്കാൾ അപ്പുറം ഒരു കാര്യമില്ല എന്നാണ്. SNDP യോഗത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം എന്താണെന്ന് അറിയോ, ഇതൊരു നമ്മൾ കാലോചിതമായ മാറ്റം എല്ലാ സംവിധാനങ്ങളും AK-47 ഉള്ള ഒരേ ഒരു സമുദായ നേതാവാട്ടോ. ഇന്നലെ ഞാൻ പറഞ്ഞത് ഒരേ ഇന്ത്യയിൽ വേറെ അല്ല, മൈക്കൊക്കെ പിടിച്ച് മാറ്റാൻ വേണ്ടിയിട്ട് ഗൂർഖയാണ് മറ്റേ കൈ കൊണ്ട് എടുത്ത് മാറ്റിക്കളയും. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അതിനൊക്കെയുള്ളത് കാണേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ പറയുന്നത് SNDP യോഗത്തെ സംബന്ധിച്ചിടത്തോളം കാലത്തിന് അനുയോജ്യമായിട്ട് മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. പക്ഷേ ഈ കേരളത്തിലെ സമുദായ സംവിധാനങ്ങളിൽ കാലത്തിന് അനുയോജ്യമായി മാറ്റം വരാതെ നിന്ന ഏക സംവിധാനം എന്ന് പറയുന്നത് SNDPയാണ്. അതിൻ്റെ കാര്യമായ മാറ്റങ്ങൾ എന്തെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടോ? ഈ ശ്രീനാരായണ ഗുരു ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ള ഒരു മാറ്റത്തിനൊക്കെ അപ്പുറത്തേക്ക് SNDP യോഗത്തിന് എന്ത് മാറ്റമാണ് കേരളത്തിൽ വന്നത്? അത് മാറ്റം അതിനൊരു കാരണം എന്താ അറിയോ, അദ്ദേഹം ആ തലപ്പത്തിരിക്കുന്നു മാത്രമേ ഉള്ളൂ. കാരണം ഒരു 5 or 6 പ്രധാനപ്പെട്ട മുതലാളിമാരെ ഒഴിച്ചിട്ട് SNDP യോഗത്തിന് വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ അദ്ദേഹം പറയുന്നതെന്ന് അറിയോ, കള്ള് ചെത്തരുത് കുടിക്കരുതെന്ന് പറഞ്ഞ ശ്രീനാരായണ ചെത്തരുതെന്നും വിൽക്കരുതെന്നൊക്കെ പറഞ്ഞില്ല, കുടിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന രീതിയിലേക്കാണ് അദ്ദേഹത്തിന്. കാരണം അദ്ദേഹത്തിന് എങ്ങനെയാണോ ബിസിനസ് കൊണ്ടു നടക്കേണ്ടത് ആ ബിസിനസ്സിന് അനുസരിച്ചിട്ട് ആ സംവിധാനത്തെ വളച്ചൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ പാവപ്പെട്ട ആളാണ്. പണ്ട് എൻ്റെ വീട്ടിൽ കണ്ടില്ല, 1947 ഇന്ത്യയിൽ ആദ്യത്തെ ബെൻസ് വന്നപ്പോൾ എൻ്റെ അടുത്താണ് വന്നത്. നിങ്ങൾ കണ്ടതല്ലേ? മുഖ്യമന്ത്രി നടക്കുന്ന കാർണിവൽ എൻ്റെ വീട്ടിലില്ലേ? എത്രയെങ്ങാനും വണ്ടികളാണ് എൻ്റെ വീട്ടിൽ കിടക്കുന്നത്. പിന്നെ എനിക്ക് മുഖ്യമന്ത്രിയുടെ കാറിൽ കയറേണ്ട കാര്യമുണ്ടോ? അപ്പോൾ പുള്ളിയുടെ വിചാരം എന്താണെന്നറിയോ, മുഖ്യമന്ത്രിയുടെ കാർ കയറാൻ ഏതോ ഒരാൾ ആഗ്രഹിച്ചിട്ട് കാറിൽ കയറാനുള്ള ബഹുമാനം കൊണ്ടല്ല, വിഷമം കൊണ്ട് ഒരു കാർ കിട്ടിയപ്പോൾ ചാടിക്കയറി അത്രേ ചിന്തിക്കുന്നുള്ളൂ. കേരളത്തിലെ ജനങ്ങൾ അത്രയും മണ്ടന്മാരാണോ? ഈ ഒരു നല്ല അടിപൊളി കാർണിവൽ കാർ വരുന്നു, നല്ല രസമായിട്ടൊന്ന് കയറിയേക്കാം എന്ന് വിചാരിച്ചിട്ട് കയറുന്നതാണോ? അങ്ങനെയാണോ പുള്ളി വിചാരിച്ചിരിക്കുന്നത്? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ അത്രേ പുള്ളീൻ്റെ ബോധ്യമുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ വന്നിട്ട് പറയുന്നത് ഞാൻ മത തീവ്രവാദി എന്ന് പറഞ്ഞോ? ഞാൻ പറഞ്ഞത് എന്താണ്? ഞാൻ പറഞ്ഞത് തീവ്രമായി സംസാരിക്കുന്ന ആൾ തീവ്രവാദി. പക്ഷേ അതിൻ്റെ കൂടെ 2-3 കാര്യം കൂടെ ചെയ്തു. നിന്നെ കളിക്കാതെ മൈക്കൊക്കെ തട്ടിപ്പറിച്ചിട്ട് അടിക്കാനാണോ പോകുന്നത്? അതെന്തിനാണെന്ന് മനസ്സിലായില്ല.
അപ്പോൾ ഒന്നാലോചിച്ച് പിന്നെ ഒന്ന് പറഞ്ഞ് മതത്തെക്കുറിച്ച് പറഞ്ഞാൽ എങ്ങനെയാണ് മലപ്പുറത്തേക്ക് പോകുള്ളൂ, മുസ്ലിങ്ങൾക്കെതിരെ പോകുള്ളൂ, ക്രിസ്ത്യൻസിനെതിരെ പോകുള്ളൂ. ക്രിസ്ത്യൻസിന് വളരെ കുറച്ചാണ് കേട്ടോ, മുസ്ലിങ്ങൾക്കെതിരെ പോകുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ്, കേരളത്തെ സംബന്ധിച്ച് വെള്ളാപ്പള്ളി നടേശനെ പോലെ ഇത്രയധികം അടുത്ത കാലത്ത് വർഗീയത സംസാരിച്ച ഒരു നേതാവില്ല കേട്ടോ, ഒരു നേതാവില്ല. ഏതെങ്കിലും ഒരു നേതാവിനെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ വർഗീയത സംസാരിച്ചിട്ടുള്ളത്? അതെന്താണ്, മുസ്ലിം വർഗീയത ഏറ്റവും കൂടുതൽ പറഞ്ഞ ആളാണ്. അപ്പോൾ പുള്ളീൻ്റെ വിചാരം ഇത്രയാണ്. കാരണം മുസ്ലിം വർഗീയത പറഞ്ഞാൽ ഹിന്ദു സംവിധാനങ്ങളെല്ലാം ഒന്നാവും എന്നുള്ളത്. അത് ചിലപ്പോൾ വേറെ സംസ്ഥാനത്ത് നടക്കുന്നേ, കേരളത്തിൽ നടക്കുമോ? മുസ്ലിങ്ങൾക്കെതിരായിട്ട് അല്ല, അതാണ് മുസ്ലിങ്ങൾക്കെതിരെ പറഞ്ഞാൽ അത് ഈ ബാക്കിയുള്ള സംവിധാനങ്ങളെല്ലാം ഒറ്റയടിക്ക് നിൽക്കും, ഒറ്റ കൂട്ടായി നിൽക്കും. അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ ആ വോട്ട് മുഴുവൻ ഒറ്റ പോക്കറ്റിൽ വിടും. അത് ഞാൻ പറഞ്ഞാൽ വീഴുമെന്ന് വിചാരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ ഒരു വോട്ട് ഒരു സ്ഥലത്ത് ഇന്നേറെ വീണിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹം നായർ മുതൽ എന്താണ് നായാടി മുതൽ നമ്പൂതിരി വരെ യോജിപ്പിക്കാൻ വേണ്ടി കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ ജാഥ എടുത്ത് ശംഖുമുഖത്ത് വലിയ യോഗം നടത്തി കുടത്തിൽ താമര വിരിക്കാൻ അറിയേണ്ട എന്തായി? ഏതെങ്കിലും താമര വിരിഞ്ഞോ? താമര വിരിഞ്ഞു എന്നുള്ളതല്ല, ഒരു താമരയ്ക്ക് 1 ലക്ഷം വോട്ട് കിട്ടിയില്ല എന്നുള്ളതാണ്. 1 ലക്ഷം വോട്ട് പിടിച്ചെടുക്കാൻ പറ്റും ഒരു താമരയ്ക്ക് കഴിഞ്ഞില്ല. 2ാം സ്ഥാനത്ത് പോലും വന്ന ഒരു BDS നേതാവിനെ കണ്ടിട്ടില്ല, ഒരു നേതാവിനെ പോലും കണ്ടിട്ടില്ല. ഒരു നേതാവിനാണ് മറ്റേ ഇതേ പിന്നെ ഈ കുട്ടനാട് സീറ്റിലെങ്ങാണ്ടാണ് 2ാം സ്ഥാനത്ത് എത്താൻ കുറച്ച് വ്യത്യാസം കണ്ട് എത്തിയത്. അദ്ദേഹം ഇപ്പോൾ അവരെ കൂടി ഇട്ടില്ലതാണ്, ഇപ്പോൾ തിരിച്ചു വന്നു തോന്നുന്നില്ല. ഇടയ്ക്ക് പോയി പ്രശ്നം ഉണ്ടാക്കി പിന്നെ തിരിച്ചു വന്നു എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തെ കടിഞ്ഞാണിടേണ്ട സമയം കഴിഞ്ഞു എന്നുള്ളതാണ്. കടിഞ്ഞാണിടും എന്നുള്ളൊരു ധാരണ പുള്ളിക്കും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ പ്രസംഗത്തിൽ ഞാൻ കണ്ടത് അതിൻ്റെ ഒരു മിതത്വം വന്നിട്ടുണ്ട്. എന്തായാലും എന്താ പറയുക, ഞാൻ പാവല്ലേ, എന്നെ എന്തിനാണ് ഉപദ്രവിക്കുന്നത് എന്നുള്ള നിലയിലേക്ക് വന്നു. ഇന്നലെ അങ്ങനെയല്ലായിരുന്നു, മിനിഞ്ഞാന്ന് അങ്ങനെയല്ലായിരുന്നു. ഒരു ലിജുവിനോട് പറയാണ്, എൻ്റെ കോലം കത്തിക്കുന്നത് എന്തിനാന്ന് പറഞ്ഞിട്ട് പോ ലിജു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തിനാണ്, അപ്പോൾ കോലം കത്തിക്കുന്നതിന് വിഷമമുണ്ട്. അപ്പോൾ വളരെ മൈന്യൂട്ടായ കാര്യങ്ങളിൽ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട്, സ്വന്തം കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട്, സ്വന്തം പിന്നെന്താണ് സെക്യൂരിറ്റി വർദ്ധിപ്പിക്കാൻ, വൈക്കാറ്റഗറി നിലനിർത്താൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ പെരുമാറുന്ന ശൈലിയിലേക്ക് വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരു സാമുദായിക നേതാവ് അങ്ങനെ ആവാനേ പാടില്ല എന്നുള്ളതാണ്. 90 വയസ്സുള്ള ഒരാളെക്കുറിച്ച് ഇങ്ങനെ പറയുന്നതിന് വിഷമമുണ്ട്. ഇനി അദ്ദേഹം തിരുത്തുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന പോലെ അല്ല കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ളത്. അപ്പം ഇന്ന് പിന്നെ പ്രതിപക്ഷ നേതാവ് പറയുന്ന ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തിന് ആരും കണിഞ്ഞാണിടരുത്, ഡെയിലി പത്രസമ്മേളനം നടത്താൻ വേണ്ടി ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെയാണ് നിയമസഭ വരെ പോയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് വലിയ ഗുണമുണ്ടാവും എന്ന് പറയുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇന്നലെ ഒരു പ്രധാനപ്പെട്ട SNDP യോഗത്തിൻ്റെ നേതാവ് എന്നോട് പറഞ്ഞു, അദ്ദേഹത്തോടുകൂടി എല്ലാവരും പറയുന്നുണ്ട് ഇത് നമുക്ക് നിർത്തിക്കളയാം. കുറച്ച് കേട്ട് കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ളവരും പറയുന്നുണ്ടാവും ചിലപ്പോൾ ഇത് വേണ്ട, നമുക്ക് ഇത് തീവ്രവാദി എന്ന് പറയും. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് മാറ്റിയത് കേട്ടോ. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവം വെച്ചിട്ട് തീവ്രവാദി എന്ന് പറഞ്ഞിട്ടൊന്നും മാറ്റാൻ പറയാം. എഴുതിക്കൊണ്ട് വന്നാണല്ലോ MSF, പിന്നെ ഈരാറ്റുപേട്ട, പിന്നെ റഹീസ് റഷീദ്, മതതീവ്രവാദി, ഇതൊക്കെ എഴുതി കൊണ്ടുവന്ന് വന്ന ആളാണ്. ഇന്ന് അതൊക്കെ പോയി, MSF പോയി, പിന്നെ ഈരാറ്റുപേട്ട പോയി, റഹീസ് പോയി, പേര് പോയി, എല്ലാം പോയി. എന്നിട്ട് പറയാണ് മിതമായി സംസാരിക്കുന്ന മിതവാദിയും, പിന്നെ എന്താണ് തീവ്രമായി സംസാരിക്കുന്ന തീവ്രവാദിയും. ഞാൻ ഒരിക്കലും മതതീവ്രവാദി എന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഈ തിരിച്ചറിവിന് വലിയൊരു സല്യൂട്ട് നടത്തിയിട്ട് നമുക്ക് നിർത്താമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. Meet the editors.